وكل مآربي قد نلت منها سوى مجرور وجدي بالعذاب وكل مآربي قد نلت منها എന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിന്നിൽ നിന്ന് നേടിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും നീ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അള്ളാഹുവിനോട് അടിമ പറയാ ഇനി നിന്റെ അദാബിന്റെ ആ ഒരു രുചി മാത്രമാണ് ഞാൻ അറിയാത്തത്. അത് നീ എന്നെ അറിയിക്കണം. നീ എന്നെ നരകത്തിലിടണം. എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന നിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല. നീ ഒരിക്കലെങ്കിലും ഞാൻ നരകത്തിലിട്. ഞാൻ നിന്റെ ശിക്ഷ ആസ്വദിക്കട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലായി. ഏറ്റവും സ്നേഹമുള്ള ഭർത്താവ്, ഏറ്റവും സ്നേഹമുള്ള ഒരു ഭാര്യ ഭർത്താവിനെ ഭയങ്കര ഇഷ്ടം. ഇവൻ വന്നിട്ട് കള്ളുടിച്ചടിക്കും. അപ്പൊ ഇവളെ വീട്ടുകാർ പറയും, ഒരു കുഞ്ഞാട്ടു. എത്ര അടി വന്നാലും അടി കിട്ടിയിട്ട് കയ്യും കാലും കയ്യും ചെവിയും ഒക്കെ അടിച്ച് പൊട്ടിക്കും. എന്നാൽ പോലും മനസ്സിലായില്ലേ? പോല പുരക്കാരൻ നിർബന്ധിക്കും. എന്തിന് ഇവന്റെ തല്ലുകൊള്ളണേ പോലെ അവളപ്പം ആഗ്രഹിക്കും. അവൾ ചിലപ്പോൾ അവനോട് പറയുകയും ചെയ്യും. എപ്പോഴെങ്കിലും പറയേണ്ടി എന്നാൽ പറയും, നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരിക്കലും എൻ്റെ ആഗ്രഹം. അതോനെ 362 വകുപ്പിന് ജയിലിലിടാൻ വേണ്ടിയല്ല. അതോളം സന്തോഷമാണ്. കാരണം അയാൾ അവളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇഷ്ടപ്പെട്ട ആളാണ്. എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് സുഖം വേണം. അവിടെ പോയ സുഖം കിട്ടണം. ഇവിടെ കുതിരവിടവും വേണം. നിയമങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തെറ്റിക്കും. അതിന് നമുക്ക് 25 നമ്മൾ മൂല്യന്മാരെ കൂടെ കൂടിയിട്ട് നേരം കൊടുക്കുന്നവരെ നുണ പറഞ്ഞാണ് കാര്യം. പറഞ്ഞ മൂല്യർക്കും റബ്ബിന് തിരിയില്ല, കേൾക്കണേ നമുക്ക് റബ്ബിന് തിരിയില്ല. അവർക്ക് കള്ളുടിക്കാൻ പാടില്ല, തോന്നിയാസം ചെയ്യാൻ പാടില്ല എന്നൊക്കെ തിരിയും. അതിൻ്റെ അപ്പുറം തിരിയില്ല. എല്ലാവർക്കും തിരിയില്ല എന്നല്ല, എല്ലാവർക്കും തിരിയുമെന്നല്ല. അതാ ഉള്ളത്. ഇത് ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ അറിയുക, അവൻ്റെ മുഖറബാവുക എന്നതിനേക്കാൾ വലിയ ഒരു അമല് അയാൾക്ക് ചെയ്യാനില്ല. നമുക്ക് യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം യാ ഖുദ്ദുസലാം യാ ഖുദ്ദൂസ് യാ മലിക് യാ റഹ്മാൻ എന്താണെന്നറിയില്ല, റഹ്മാൻ അറിയില്ല. യാ റഹ്മാൻ അറിയാം. യാ റഹ്മാനെ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയാ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. റഹ്മാനെ വിളിക്കാൻ അറിയും. എന്തിന്? നമ്മൾ തെറ്റ് ചെയ്ത് ലെവലാക്കാൻ വേണ്ടി. റഹ്മാനെ തിരിയില്ല, യാ റഹ്മാനെ തിരിയും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നമുക്ക് യാ റഹ്മാനും തിരിയും, യാ റഹ്മാനും തിരിയും. റഹ്മാനെ തിരിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പറഞ്ഞ മനസ്സിലായോ? അത് നരകത്ത് കിടക്കാതിരിക്കുക. ഓഫൂറാവുക എന്ന റബ്ബിന്റെ മാത്രയില്ല. അവനാര് സത്താർ എന്ന വാക്കിന്റെ വില അറിയില്ല. സത്താർ എന്ന വാക്കിന്റെ വില നാം ആ ഒരൊറ്റ വാക്കില്ലായിരുന്നുവെങ്കിൽ സ്വന്തം വീട്ടിൽ ഒരാൾക്ക് കയറാൻ പറ്റില്ല. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വഷളാവുന്ന എത്ര തിന്മ നിങ്ങളെ കയ്യിലുണ്ടായിട്ടുണ്ട്, എൻ്റെ കയ്യിലുണ്ടായിട്ടുണ്ട്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. കയറിയിരിക്കെ. എന്തിനാണ് അകന്നിരിക്കുന്നത്? അടുത്തിരിക്കുക. മനസ്സിലായ? ഈ പറഞ്ഞ വാക്കൊന്ന് ചിന്തിക്കുക. സത്താർ എന്താർത്ഥം? നമ്മൾ അബ്ദുൽ സത്താറിനെ സത്താറേ എന്ന് വിളിക്കും. ഓൻ സത്താറല്ല, ഓൻ്റെ റബ്ബാണ് സത്താർ. മനസ്സിലായില്ല? അബ്ദുൽ സത്താറിനെ നമ്മൾ സത്താറേ എന്ന് വിളിക്കും. സത്താർ എന്നൊരാളുണ്ട്, അവൻ അല്ലാഹുവാണ്. എന്താ അവൻ്റെ സത്താർ എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താ? നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും പൊതുജനം അറിയാതെ മറച്ചു പിടിക്കുന്നവൻ. സത്താർ എന്നൊരു സിഫത്ത് അല്ലാഹു നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ സ്വന്തം വീട്ടിൽ വഷളം, സ്വന്തം മക്കളുടെ വഷളം. എന്താ നമ്മളിങ്ങനെ നടക്കുന്നത്? അല്ലാഹു സത്താറായതുകൊണ്ടാണ്. അല്ലാഹു സത്താറായതുകൊണ്ടാണ് മൂല്യരി മാമക്കണത്. അല്ലാഹു സത്താറായതുകൊണ്ടാണ് മൂല്യര് ഒത്തുപോകുന്നത്. അല്ലാഹു സത്താറായതുകൊണ്ടാണ് ആലിമുൽ അല്ലാമ യോഗ ഉദ്ഘാടനം ചെയ്യുന്നത്. അല്ലാഹു സത്താറായതുകൊണ്ടാണ് ഭർത്താവ് നെളിഞ്ഞിട്ട് ഭാര്യൻ്റെ അടുത്തേക്ക് കയറി വരുന്നത്. അല്ലാഹു സത്താറായതുകൊണ്ടാണ് എൻ്റെ കരളെ എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞ് ഓള് വരുമ്പോൾ നമ്മൾ ഓളെ മുന്നിൽ വീണു പോകണം. പുറത്തു പറയണ്ട.
അള്ളാഹുവാര അത് മാത്രം ആലോചിക്കുക. അള്ളാഹുവാര സത്താർ. എൻ്റെ അർത്ഥം നീ ചെയ്യുന്ന മനുഷ്യനറിയാൻ പാടില്ലാത്ത തെറ്റുകളെ മറ്റുള്ളവരിൽ നിന്ന് അള്ളാഹു മാത്രം അറിയുകയും ഉറച്ചു പിടിക്കുകയും ചെയ്യുന്നവനാണ് ആര്? സത്താറായ സത്താർ. അത് മനസ്സിലായോ? ചിന്തിക്കണം. സിഎമ്മും ഒരു ഖാദിമീങ്ങളും അങ്ങനെ നടക്കുക. അങ്ങനെ കലണ്ടായിരുന്നു സിഎമ്മിന്. ഒരു സ്ഥലത്തെത്തി. അപ്പം അങ്ങനെ ബാങ്ക് കൊടുത്തു. അപ്പോൾ സിഎം അവിടെ ഇരുന്നു. നമ്മൾ പോയി നിസ്കരിക്കുന്നു. വലിയ മഹാനാണ് സിഎം. അങ്ങനെ ഇവർ നിസ്കരിക്കാൻ പോയി. അപ്പം നിസ്കരിക്കാൻ പോയപ്പോൾ പള്ളിയിൽ വലിയൊരു പറഞ്ഞു, നിങ്ങൾ മൂപ്പര് കൂട്ടിക്കൊണ്ടിരിക്കും, നിങ്ങൾ ഒറ്റ വന്നിട്ട് എന്താ കാര്യം? ഇവർ നിങ്ങൾ വിളിക്കണ്ടേ? ഞാൻ വരുന്നില്ല, നിങ്ങൾ നിസ്കരിച്ചു. തിരിച്ചൊന്നും അങ്ങനത്തെ മൂല്യർ പിന്നെയും പറഞ്ഞു. മൂപ്പരോട് വരാൻ പറയും, നിങ്ങൾ മാത്രം നിസ്കരിച്ചാൽ പോരല്ലോ. അവർ നിസ്കരിക്കും. 1-2 വട്ടം ഇങ്ങനെ മടക്കി വന്നപ്പോൾ മൂപ്പരോട് മുക്കറബായ ഖാദിമിനോട് ചെവി പറഞ്ഞു കൊടുത്തു. മൂല്യർ ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞാണ്, ഞാനാണ് വന്നാൽ പിന്നെ മൂപ്പരെ ഇമാമത്തെക്കാൻ പറ്റില്ല. ഓന് ചെറിയ കുട്ടികളുണ്ട്, അതുകൊണ്ട് നല്ല എനിക്ക് പറഞ്ഞു കഴിഞ്ഞു പോകുന്നുണ്ട്. ഞാനാണ് വന്നാൽ പിന്നെ ഓന് ഇമാമത്തെക്കാൻ പറ്റാത്തവനാണെന്ന് ഓനും അറിയും. അതിപ്പോൾ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് തൽക്കാലം ഓനോട് നിസ്കരിക്കാൻ വേണ്ടി പറയും. പള്ളീൻ്റെ ചെരുവിലേക്ക് വിളിച്ചിട്ടും ഈ ഖാദിം ഇങ്ങനെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞാണ്. പോകുമ്പോഴേക്കും ആ കാമത്ത് കൊടുത്താൽ നിസ്കരിക്കാൻ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല, തിരിഞ്ഞില്ല. ഇതിപ്പോ ഒരു വ്യക്തി അറിയുന്ന കാര്യമാണ്. അതൊക്കെ ഇഷ്ടമാണ്. അതാണ് ഔലിയാക്കന്മാര്. പിയാകത്തുള്ള വസ്തുവിനെ പോലെ കൺമാഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോവർ. അള്ളാഹുവിന്റെ ആബദിന് അള്ളാഹു കൊടുത്ത ഒരു കഴിവാണ്. മറ്റവന്റെ സിഫത്ത് എത്രയാ? സത്താർ. അള്ളാഹു സത്താറായതുകൊണ്ടാണ് നമ്മളിപ്പോഴും പള്ളി കമ്മിറ്റിയിൽ നിൽക്കുന്നത്. അള്ളാഹു സത്താറായതുകൊണ്ടാണ് നമ്മൾ പള്ളി പ്രസിഡന്റായി തുടരുന്നത്. അള്ളാഹു സത്താറായതുകൊണ്ടാണ് നമ്മൾ പള്ളി സെക്രട്ടറിയായി തുടരുന്നത്. അള്ളാഹു സത്താറായതുകൊണ്ടാണ് മൂല്യർ 25ാമത്തെ കൊല്ലത്തിൽ വാമായിൽ തന്നെ ജോലി ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും വലിയ മാന, ഒക്കെ മാന. ആരും മഹദിയാന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, ഒക്കെ മഹാൻ തന്നെയാ. ചെന്നാലും അള്ളാഹു സത്താറാണ്. അള്ളാഹു സിത്തറിയാണ്. അള്ളാഹു സത്താറായതുകൊണ്ടാണ് നീ ഇന്നലെ രാത്രി നിന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയത്. അള്ളാഹു സിത്തർ ഒഴിവാക്കിയാൽ അവൾ നിന്നെ ചവിട്ടി പുറത്താക്കും. ആ ജാതി ഹമക്കാണെന്ന് അവൾക്കറിയില്ല. എന്തുകൊണ്ട്? അവൻ സത്താറാണ്. സത്താറേ സത്താർ എന്ന് പറയാൻ അറിയും. എന്തറിയില്ല? സത്താറിനറിയില്ലെങ്കിൽ ഇതിലും വലിയ അക്രമം എന്താ? ഈ ലോകത്തെ ഏറ്റവും വലിയ അക്രമം അള്ളാഹുവിനറിയാതിരിക്കലാണ്. അള്ളാഹുവിനറിയാനാണോ? അറിയാൻ കഴിയില്ല. എന്നാലോ നോക്ക്, അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഒരു ചെറിയ ഒരു അളവിലെങ്കിലും പിടിച്ചൊന്ന് കയറി നോക്കിക്കൂടെ? ചിന്തിക്ക്. അതുകൊണ്ടാണ് ആരിഫിന്റെ വാക്കിങ്ങനെയായത്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി വാതഖിയ ഉമ്മത്തി ബുറാഉ മിനൽ തകല്ലുഫി. ഞാനും എന്റെ സമുദായത്തിലെ മുത്തഖീങ്ങളും സ്വയം നിർമ്മിച്ചുണ്ടാക്കി ഒന്നും ചെയ്യുകയില്ല. സ്വയം നിർമ്മിന്റെ അതഖിയ ഉമ്മത്തി. മനസ്സിലായില്ല? ഇന്നി അന വാതഖിയ ഉമ്മത്തി, ഞാനും എന്റെ സമുദായത്തിലെ മുത്തഖീങ്ങളും ബുറാഉ മിനൽ തകല്ലുഫി, നിർമ്മിച്ചുണ്ടാക്കുന്നത് തൊട്ട് ഒഴിവായ ആളുകളാണ്. അതായത് കൊടുത്തല്ലോ, നീ നിസ്കരിക്കല്ല, എന്താ നീ നിസ്കരിക്കണല്ലേ? ഇതന്നെയുള്ള നമ്മളെ ധാരണ. നിനക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ ഒരു അവസ്ഥ തന്നെ. നിർബന്ധ സാഹചര്യത്തിൽ നോമ്പ് വിൽക്കുക, നിർബന്ധ സാഹചര്യത്തിൽ നിസ്കരിക്കുക, നിർബന്ധ സാഹചര്യത്തിൽ സദഖ കൊടുക്കുക, നിർബന്ധ സാഹചര്യം തന്നെ. നേരെ മറിച്ച് അതൊന്നും ആർക്കുണ്ടാവില്ല, മുത്തഖീങ്ങൾക്കുണ്ടാവില്ല. അവരാഗ്രഹിച്ച് ചെയ്യാം, അവരാഗ്രഹിച്ച് നിസ്കരിക്കാം. അവരെ ഖൽബിൽ നിന്ന് അള്ളാഹു നീങ്ങിപ്പോകുന്ന ഒരു സമയമില്ല. അറഫ എന്നത് കൊല്ലത്തിൽ ഒരിക്കലല്ല. ആരിഫിന്റെ യൗമൻ ബിയൗമിൻ, എല്ലാ ദിവസവും അറഫയാണ്. അവരെന്നും അറഫയിൽ നിൽക്കുന്നവരാണ്. അള്ളാഹുവിലേക്ക് അബ്ദ് ഏറ്റവും അക്രബാവുന്ന സമയം അറഫയിൽ നിൽക്കലാണ്. ആരിഫ് അക്രബാകാത്ത സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ആരിഫിന്റെ എല്ലാ ദിവസവും അറഫയായിരിക്കും. സാധാരണ ജനങ്ങൾക്ക് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവും. ആരിഫായ മനുഷ്യനോ ലൈലത്തുൽ ഖദ്ർ അല്ലാത്ത രാത്രി ഉണ്ടാവും. അവർക്ക് ഫജ്ർ ഉദിക്കൂല. അവർക്ക് എന്നും അള്ളാഹുവിന്റെ അടുക്കൽ ഓരോ സെക്കൻഡും ലൈലത്തുൽ ഖദ്ർ ആയിരിക്കും. എല്ലാ പകലും അറഫയായിരിക്കും, എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദ്ർ ആയിരിക്കും.
എന്തുകൊണ്ട്? അവൻ അള്ളാന്റെ ദിക്റിലാണ്. അള്ളാന്റെ ദിക്ർ ഇനി എന്തിനും അള്ളാന്റെ ദിക്ർ. ഈ ദിക്ർ എന്ന് പറഞ്ഞു കൊടുത്തും 99% ആളുകൾക്കും വിട്ടിത്തരം കുടിക്കും പോയിട്ടുണ്ട്. എന്താ ദിക്ർ? എന്താ ദിക്ർ? ദിക്ർ എന്നാൽ ഇഷ്കാണ്, അല്ലാതെ മാലമണി മറിക്കലല്ല. മറിക്കാതിരിക്കാം. ദിക്ർ എന്നാൽ ഇഷ്കാണ്. ദിക്ർ എന്നാൽ പ്രേമാണ്. നമ്മളെ ദിക്ർ കുടുങ്ങലാണ്. നമുക്കൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ മൂല്യരെത്തി. അപ്പോൾ മൂല്യർ പറഞ്ഞു, നിങ്ങൾ 1,24,000 വാത്യസ്വസ്തുതി വരികയാണ്. നമ്മൾ തോന്നി. മറ്റും ബനോട് ചോദിച്ചു, എൻ്റെ എത്ര കഴിഞ്ഞ്? 65,000 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയുണ്ടല്ലോ, അത് രോഗം മാറാനാ. രോഗം മാറി 1,25,000 ഫാത്തി ഓതി ആ ദീനവും മാറിയാൽ ആ വഴിക്കന് പിന്നെ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവൻ്റെ ചിന്തയെ മാറില്ല. കച്ചവടം പൊളിയുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ചില മുതലാളിമാരുണ്ടാകുന്നത് പലയിടത്ത് പോകും. കൂട്ടത്തിൽ എന്നെ കരുതി മാത്രം വരികയല്ല, ഞാൻ അത്ര വലിയ മഹാനുമാണെന്നല്ല എന്നർത്ഥം. നിൻ്റെ അടുത്തും കൂടി വന്നിട്ട് വല്ല കമ്മിയുള്ള വർക്കത്ത് അയിമലും കൂടി വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചു വരികയായിരിക്കും. അത്രയും അർത്ഥമുള്ളൂ. അല്ല, ഞാൻ വലിയ മഹാനിലക്കല്ല വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ അവർ വരും, അവർ മൂല്യന്മാരെ കാണാൻ വരും. ഗൾഫിൽ നിന്ന് ലീവ് എടുത്ത് വരും. ഗൾഫിൽ നിന്ന് അതിനായിട്ട് ടിക്കറ്റ് എടുത്ത് വരും. എന്നിട്ട് അവരോട് പറയാണ്, ആ കച്ചവടം നേരായി കിട്ടണമെങ്കിൽ നിങ്ങൾ 3,33,000 ഇന്നാഴത്തതിനാക്കൽ കൗസറോദനം എന്ന് പറഞ്ഞാൽ അവരത് ഓതി ലെവലാക്കി. ഇനി എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ അതും കൂടി പരിഹരിച്ച് ലെവലാക്കിയിട്ടേ വന്നിട്ട് പോകുള്ളൂ. എന്തുകൊണ്ട്? കച്ചവടം നേരർത്ഥം. അതാണ് നമ്മളെ യഥാർത്ഥ ദിക്റല്ല, ദിക്ർ ഇഷ്ക. പറഞ്ഞത് മനസ്സിലായല്ലോ? ചിന്തിക്ക്. ദിക്ർ ഇഷ്കാണ്, പ്രേമം. ഒരാളെ പ്രേമിക്കുന്നുവെങ്കിൽ അവന്റെ മനസ്സിന്റെ കണ്ണാടിയിൽ അയാളെ ദിക്റല്ലാതെ ഒന്നും ഉണ്ടാവില്ല. ലീലയെ പ്രേമിച്ചവന്റെ മനസ്സിൽ എപ്പോഴും ലീലയാണ്. അയാൾ എന്ത് വന്നാലും ലീലയാണ്. രാത്രിയായ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? രാത്രിക്ക് ലൈലയുടെ പേരാണ് ലൈല. രാത്രിക്കും ലൈലത്ത് എന്നാ പറയാ. നിങ്ങൾ എൻ്റെ കൂടെയില്ല, അവൾക്ക് രാത്രിയെ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? അയാളുടെ പ്രേമഭാചനത്തിന്റെ പേരാണ് രാത്രിക്കുള്ളത്. ഭയങ്കര ഇഷ്ടമാണ് രാത്രിയെ. ലൈലന്റെ പേരല്ലേ രാത്രിക്ക്, അതുകൊണ്ട് രാത്രി ഇഷ്ടമാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ മാലമണിക്ക് താമ്പുണ്ടാക്കലല്ലടാ. ദിക്ർ എന്ന് പറഞ്ഞാൽ ഇഷ്ക, പ്രേമാണ്. അല്ലാത്ത ദിക്ർ അല്ലേ ആണേക്കും. അല്ല എന്നൊന്നും എനിക്ക് അഭിപ്രായം അല്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ദിക്റിന്റെ യഥാർത്ഥം എന്നാൽ ഇഷ്കാണ്. ആ ഇഷ്കുമ്മൽ ചൊല്ലും പറയും ചെയ്യും. ഒരു പെൺകുട്ടിയെ ത്വലാഖിന്റെ അവക്കത്തെത്തിയപ്പോൾ മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. അങ്ങനെ ഈ പെണ്ണിന്റെ കുടുംബവും ഭർത്താവിന്റെ കുടുംബവും 2 കുടുംബവും കൂടി ത്വലാഖ് തീരുമാനിച്ചു. ത്വലാഖ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഭർത്താവിന്റെ ഭാര്യ വീട്ടുകാർ വാശി പിടിച്ചു, ഞങ്ങൾക്ക് 10 ലക്ഷം ഉറുപ്പിക പരിശോധന വേണം. അങ്ങനെ 10 ലക്ഷം കൊടുക്കും, തരൂല, അങ്ങനെ ഇങ്ങനെ വർത്താനൊക്കെ. അങ്ങനെ ചില ലക്ഷങ്ങളൊക്കെ ഒരു കുറച്ചു. അവസാനം ത്വലാഖിനൊക്കെ 1 ലക്ഷം ഫിക്സ് ചെയ്തു. കൃത്യമായി കൂർമ്മ 10-15 ചൊല്ലുമ്പോൾ സംഭവമാണ്. ഞാനുണ്ട് മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിൽ. അങ്ങനെ ത്വലാഖ് ഇങ്ങനെ ചൊല്ലാനാവുകയാണ്. ത്വലാഖിലേക്ക് പോവുകയാണ്. ഈ വിഷയം തീരെയാണ്. ത്വലാഖിലെ വിഷയം പൈസ കൊടുത്ത് അങ്ങനെ പിരിയാണ്. അപ്പോൾ പിന്നെ കൂട്ടത്തിൽപ്പെട്ടവർ ആരോ പറഞ്ഞു, ഞാൻ പെൺകുട്ടിൻ്റെ അഭിപ്രായം കൂടി ചോദിക്കാം. അവൾക്ക് ഈ പൈസ തൃപ്തിയാണോ? 5 ലക്ഷമാണെങ്കിൽ 8 ലക്ഷമാണെങ്കിൽ അത് തൃപ്തിയാണോ? അതല്ല വല്ല വേറെ വെച്ചു കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഞാനും പോയി. കൂട്ടം ചോദിച്ചു, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ത്വലാഖ് തീരുമാനിച്ചു, ഇനിയിപ്പോൾ ഇതും കൂടി തീരുമാനമായ മതിയിൽ ഏകദേശം കാണുന്നുണ്ട്. എൻ്റെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പെൺകുട്ടീനോട് പറഞ്ഞു, സാർ നിങ്ങളൊന്നും ഒറ്റക്ക് വരും, നിങ്ങൾ മാറി നിൽക്കണം. മാറി. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാറേ എൻ്റെ നഷ്ടപരിഹാരം നിങ്ങൾ വാങ്ങി തരുവച്ചു. ഞാൻ നോക്കൂട്ടി, എന്നാൽ കഴിയുന്നത് ഞാൻ പരമാവധി ശ്രമിക്കാം. നിങ്ങൾ ചെയ്യുവച്ചു. ആ ചെയ്യുന്ന ഞാൻ പരമാവധി ചെയ്യും കുട്ടിയെ, ചെയ്യുന്ന. അപ്പം നമ്മൾ വിചാരിച്ച് ഇനിയിപ്പോൾ ഒരു 10 അല്ല, 10 കുറച്ചൊക്കെ ആണെന്നോ, 15 പറയുന്നോ, എന്തോ ഇവൾക്ക് ഇവളോട് ഇതുവരെ അഭിപ്രായം ചോദിക്കാത്തതാണ് അപ്പോൾ ഇതൊക്കെ പറയണത്. അപ്പോൾ പറഞ്ഞു,
എൻ്റെ നഷ്ടപരിഹാരം എൻ്റെ ഇക്കാക്കനെ തരില്ല. അതിനെങ്കിൽ കഴിയോ? ഇല്ലെങ്കിൽ ഒരു പൈസയും വേണ്ട, അവിടെ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു തർക്കത്തിൽ ഒരു പരസ്പരമുള്ള പൊരുത്തക്കേടിൽ കൂടിയിട്ട് ഇന്നും എനിക്ക് ദുഃഖമുള്ളൊരു വിഷയവും ഇടക്കിടക്കിൻ്റെ മനസ്സിൽ ഓർമ്മ വന്നിട്ട് സഹിക്കാൻ കഴിയാത്തൊരു വിഷയം അത് മാത്രമാണ്. അതിന് മറുപടി അറിയാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എനിക്കതൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഈ കുട്ടി പറയുന്നത് ഇവർ രണ്ടുകൂട്ടരും പ്രശ്നം പണമാണ്. ഈ കുട്ടിയുടെ പ്രശ്നം ആ കുട്ടിയുടെ കാക്ക നഷ്ടപ്പെടുന്നതാണ്. എന്താണത്? ദേഷ്കാണ്. മറ്റൊരാൾക്ക് ഒരു കുട്ടികൾക്ക് നഷ്ടത്തിൻ്റെ ഭയം, ഒരു കുട്ടികൾക്ക് ലാഭത്തിൻ്റെ ആർത്തി. നിങ്ങളെൻ്റെ കൂടെ അല്ലേ? ഒരു 3 കൂട്ടർ അവിടെ ഉണ്ട്. ഒന്ന് പെൺവീട്ടുകാർ, ഒന്ന് ആൺവീട്ടുകാർ, ഒന്ന് പെണ്ണ്. പെൺവീട്ടുകാരുടെ പ്രശ്നം നഷ്ടത്തിലുള്ള ഭയം, പെൺവീട്ടുകാരുടെ പ്രശ്നം ലാഭത്തിലുള്ള ആർത്തിയാണ്. ആൺവീട്ടുകാരുടെ ഭയം നഷ്ടത്തിലുള്ള ഭയം. പെണ്ണിന്റെ പ്രശ്നം ഇക്കാക്കയാണ്. എൻ്റെ അക്കാക്കനൊക്കെ നഷ്ടപ്പെട്ടു. തെറ്റിദ്ധാരണ, മനസ്സിലായോ? അത് തെറ്റിദ്ധാരണ തിരുത്താൻ നമുക്കില്ല. എന്തുകൊണ്ട്? ആൺവീട്ടുകാരുടെ കാര്യത്തിൽ എന്താണെങ്കിലും തലാക്ക് നടക്കണമെന്നുറപ്പിച്ച് വാശിച്ചൊരു ഉണ്ട്. ഏതായാലും അവിടുന്ന് ആ തൊലാക്കണ്ട് ഒഴിവാക്കിയിട്ട് ഞാൻ ഇന്ന് രക്ഷപ്പെട്ടു. റബ്ബിൻ്റെ സഹായത്താൽ അവിടെ തൊലാക്കാണ് സമ്മതിച്ചത്. ഞാൻ ഇന്ന് രക്ഷപ്പെട്ടു. എനിക്കൊരു മറുപടി കഴിയില്ല, കഴിയൂല. 15 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇന്നും എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നും എൻ്റെ മനസ്സിനെ വേദന. ഞാൻ കൂടിപ്പോയല്ലോ വർഷമേ. ഇതെന്താ കാരണം? ദേഷ്കാണ്, അത് ഇക്കുറാണ്. ആ പെണ്ണിൻ്റെ നാവിൽ എപ്പോഴും ആ ചെക്കൻ്റെ പേരാണ്. ആ പെണ്ണിൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ആ ചെക്കൻ നിറഞ്ഞാളാണ്. ഇതാണ് യഥാർത്ഥ ദിക്ർ. ഇത് ഇഷ്കാണ്. എപ്പോഴെങ്കിലും അല്ലാഹു നമ്മളെ ഖൽബിൽ അങ്ങനെ നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇല്ലേ, നമ്മൾ നരകത്തെ പഠിക്കുന്നവനാണ്. അവർക്ക് ഈ ക്ലാസ് നടത്തിയിട്ട് എന്ത് കാര്യം? നമുക്ക് നരകമില്ലാത്തൊരു പ്രശ്നം നമ്മളെ മനസ്സില്ല. സ്വർഗ്ഗമില്ലാത്തൊരു, സ്വർഗത്ത് പോയി കുതിര വിടണമെന്നും നരകത്തിൽ കിടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നും അല്ലാത്തൊരു പ്രശ്നം നമ്മൾ കൽബിലേ ഇല്ല. ചിന്തിക്കും. അതല്ലാത്ത ഒന്നുമില്ല, അതല്ലാത്ത ഒന്നുമില്ല. നിങ്ങൾ ചിന്തിക്കും. കന്യാകുമാരിയിലേക്ക് സൂര്യാസ്തമയം കാണാൻ പോയി 2 ആൾ എന്ന് സങ്കല്പിക്കുക. ഒരാളും അയാളെ വണ്ടിയും ഡ്രൈവറും. ഈ 3 ആളും ഒരേ സമയത്ത് കന്യാകുമാരിയിൽ സൂര്യോദയ സമയത്ത്, സൂര്യാസ്തമയം, അങ്ങനെ എന്താ പറയുക, സൂര്യോദയ സമയം, സൂര്യാസ്തമയ സമയം, സൂര്യൻ്റെ ഉദിപ്പ് കാണാൻ വേണ്ടി പോകുന്ന വേറെയും ചില സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അത് വലിയ മനോഹരമായൊരു സംഗതിയാണ്. അല്ലാതെ ഒരു ആരാധന എന്നതിന് പിന്നില്ല. ചിലപ്പോൾ ആരാധിച്ചും പോകുന്നവരുണ്ടാകാം, കൗതുകത്തിന് പോകുന്നവരുണ്ട്. ഞാൻ കൗതുകത്തെ പറ്റി പറയുന്നത്. ഈ 3 ആളെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവറും അവിടെ എത്തി, കാറും അവിടെ എത്തി, ഈ വ്യക്തി അവിടെ എത്തി. ഡ്രൈവർ ഏതായാലും ബുദ്ധിയുള്ളവനാണല്ലോ. ഡ്രൈവറുടെ താല്പര്യവും ഇയാളെ താല്പര്യം രണ്ടായിരിക്കും. ഡ്രൈവർക്ക് താല്പര്യം ഉണ്ടാവും എന്തിൽ, മനസ്സിലായില്ലേ? അന്ന് മേഘക്കീറിൽപ്പെട്ടിട്ട് സൂര്യോദയം വേണ്ടത്ര കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഡ്രൈവർക്ക് സന്തോഷത്തിൽ ഒരു കുറവുണ്ടാവില്ല. എന്തുകൊണ്ട്? അവന് കിലോമീറ്ററിന് 10 കണക്കാക്കിയിട്ടുണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? അതേസമയത്ത് മേഘക്കീഴിൽപ്പെട്ട പൊങ്ങണ ചക്രവാളത്തിൽ നിന്ന്, സാങ്കല്പിക ചക്രവാളത്തിൽ നിന്ന് ഇതിങ്ങനെ പൊങ്ങുന്ന സമയത്തെ ആ ഒരു പ്രത്യേകമായ മനോഹാരിത മേഘം മറച്ച് കാണാതെ വന്നാലോ അയാൾക്കൊരു സുഖം കിട്ടൂല. മനസ്സിലായോ? ചിന്തിക്കും. തിരിച്ചു വന്നപ്പോൾ അവൻ കൂടുതൽ ഭക്ത ചോദിച്ചു. അയാൾക്ക് നഷ്ടം തോന്നില്ല. എന്തുകൊണ്ട്? എന്റെ ജീവിതത്തെ ഏറ്റവും വലിയ കാര്യത്തിനല്ലേ, കുറച്ച് പൈസ ഏറെപ്പോയാലും പ്രശ്നമില്ല. സൂര്യോദയം പൂർത്തിയായി കണ്ടു. പക്ഷെ ഭക്ത കുറച്ചാണ് കിട്ടിയെങ്കിൽ ആ ആഴ്ച മുഴുവൻ അയാൾക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഉദ്ദേശം പരിവസിച്ചില്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ. നമ്മളെ പ്രശ്നം സ്വർഗം കിട്ടലും നരകം ഒഴിവാകലുമാണ്. എന്നാൽ അത് വലിയ കാര്യമല്ലേ? ആണ്. സ്വർഗം എന്തിനാണ്? അല്ലെ, സ്വർഗം എന്തിനാ സ്വർഗം? فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا حسبي ربي جل الله. ഒന്നും കൂടെ. അല്ലാഹു 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 الله 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 عليه توكل والله الله 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 الله
അലൈഹി തവക്കലൂ. ചിന്തിക്ക്, സ്വർഗം കിട്ടിയാലും സമാധാനം ഇല്ലാത്തവരുണ്ടാവും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. إذا احتجب ربهم عن رؤيتهم فيسترخون في الجنة ربنا أخرجنا. പഠിച്ചോനെ, ഒരു സെക്കൻഡ് അവരുടെ കൺദൃഷ്ടിയിൽ നിന്ന് റബ്ബ് മറഞ്ഞു പോയാൽ അവർ അട്ടഹാസിക്കും. പഠിച്ചോനെ, ഇവിടെ ഞങ്ങൾ പുറത്താക്കും. നരകക്കാർ നരകത്തിൽ രക്ഷപ്പെടാൻ അട്ടഹസിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ പ്രേമികൾ അള്ളാഹു കണ്ണിൽ നിന്ന് മറഞ്ഞു പോയാൽ സ്വർഗത്തിന് പുറത്തു കിടക്കാൻ അട്ടഹസിച്ചു. സ്വർഗത്തിൽ എന്തിനാ കയറണേ? രണ്ടുകൂട്ടർ രണ്ടേൽക്കും. പുതിയാപ്പിളയും പോവും, പുതിയാപ്പിളിന്റെ ഒപ്പമുള്ളവരും പോവും. പുതിയാപ്പിളിന്റെ ഒപ്പമുള്ളവർ പോകുന്നത് നല്ല മുണുങ്ങാനാണ്. പുതിയാപ്പിള നിന്റെ കൂടെ ഇല്ല. പുതിയാപ്പിള പെണ്ണ് വീട്ടിൽ ചെല്ലും, പുതിയാപ്പിളിന്റെ ഒപ്പമുള്ളവരും ചെല്ലും. എന്താ ഇവർ രണ്ടുകൂട്ടരുടെ ലക്ഷ്യം? പുതിയാപ്പിളയുടെ ഒപ്പമുള്ളവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? നല്ല ക്വാളിറ്റി പാക്ക് സാധനങ്ങൾ കിട്ടാവുന്നിടത്തോളം പുരയൊക്കെ കൊണ്ടുവരും വേണം, അവിടുന്ന് തിന്നാവുന്നിടത്തോളം തിന്നും വേണം. നല്ലോണം തിന്ന, പിന്നെ പാക്കുകളും കിട്ടും, അതും കൊണ്ടുപോരാ. പുതിയാപ്പിളിന്റെ ഒപ്പം പോയവർക്ക് വലിയ ദർജ. പുതിയാപ്പിളയോ ഇവനും അവിടെ പാക്ക് മാറാൻ വേണ്ടി പോയതാണെങ്കിൽ ഈ ജാതി റപ്പായിനെ കൊണ്ട് എന്ത് കാര്യം? മോളെ പോറ്റോ? പിന്നോ ഇവളവിടുന്ന് കൊണ്ടുവന്നാൽ പാക്ക് കൊണ്ടാണ് ഇവന്റെ 3 ദിവസം കഴിഞ്ഞു പോയത് എങ്കിൽ പിന്നെ ആ 3 ദിവസം കഴിയാൻ പിന്നെ നമ്മളോട് പറയും നമുക്ക് ഒന്നുകൂടി വിരുന്ന് പോകുക. നിങ്ങളിന്റെ കൂടെ ഇല്ല. പുതിയാപ്പിളന്റെ ഒപ്പം പോയവരെ പോലെയാണ് നമ്മൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം. തിന്നണം, അവിടെ തിന്നാണ്ട് എത്ര, കുടിക്കണം, അവിടെ കുടിക്കാണ്ട് എത്ര. അതിനുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാകടളിപ്പഴം തിന്നാനും. തിരക്കടില്ല, നല്ല തീറ്റുണ്ടല്ലോ. അടുത്ത വരിയോ, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ, നമുക്ക് തൃപ്പതിയായി, നമുക്ക് പണിയെടുക്കാതെ തിന്നാ ഭയങ്കര ഇഷ്ട. എന്നാൽ അള്ളാഹുവിന്റെ പ്രേമികൾ സ്വർഗത്തിൽ പോകുന്നതിനാ അള്ളാഹിനെ കാണാൻ. നരകത്തിൽ അള്ളാഹിനെ കാണില്ല, സ്വർഗത്തിൽ കാണും. അള്ളാഹിനെ പ്രേമ അള്ളാഹിനെ കാണലാണ്. ലൈലാന്റെ പുരയിൽ കല്യാണം ഉണ്ടായപ്പോൾ ഒരുത്തൻ ലൈലാന്റെ പുരയിലേക്ക് നൊഴിഞ്ഞു കരുതി ഒരു നോക്കിയെങ്കിലും ലൈലാൻ ഒന്ന് കാണാലോ എന്ന് എന്നാൽ കാണാം. അവിടെ ബിരിയാണി തിന്നിടാനുണ്ടാവില്ല. ബിരിയാണി തിന്നാൻ നേരം കൂടെ അവൻ പുരന്റെ വെടിപ്പതിലൂടെ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടാവും ലൈലാൻ എന്ന് കാണാൻ. നല്ല ആട്ടുബിരിയാണിയും മന്തിയും ആട്ടുമന്തിയും ചിക്കൻ ചാപ്സും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും നോക്കിയിട്ടില്ല. എന്തുകൊണ്ട്? അവന് വെടിപ്പതിലൂടെ ഇന്ന് നോക്കുകയാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും മുറിയിലൂടെ ലൈല ഒന്ന് മിന്നിമറിയുന്നത് കണ്ട പണിയാണ്. നിറഞ്ഞു ആരോനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ആട്ടുബിരിയാണി ഫുള്ള് കൊടുത്ത് വെള്ളം നിറച്ച മൂക്കറ്റ ആട്ടുബിരിയാണി തിന്നിട്ടും ലീനാനെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടും. ലൈലാന്റെ പുരയ്ക്ക് 2 നിലക്ക് കല്യാണത്തിന് പോകാം. ഒന്ന് ലൈലാന്റെ പുരയിലെ ആട്ടുമണി ബിരിയാണി മുണങ്ങാൻ വേണ്ടിയും, ഒന്ന് പ്രേമപാചനമായ ലൈലയെ വെടിപ്പതിലൊരു നേലെങ്കിലും ഒന്ന് കാണാൻ നിൽക്കും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അള്ളാഹുവിന്റെ ലിഖാഅ് ആഗ്രഹിക്കുന്നവൻ സാലിഹ് അമൽ ചെയ്യട്ടെ. അവൻ സാലിഹ് അമൽ ചെയ്തെന്താ? അള്ളാഹുവിന്റെ ലിഖാഅ് ലക്ഷ്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു എന്നതിന്റെ സൗകര്യം സൗന്ദര്യം വഹാബികൾ നശിപ്പിച്ചു. പിന്നെ ഇപ്പൊ പറയുന്നില്ല, പിന്നെ പിന്നീട് ബാക്കി പറഞ്ഞു കഴിഞ്ഞു എന്നാരും വിചാരിക്കണ്ട, തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തൽക്കാലം വേറൊരു പണിയിലായതുകൊണ്ടാണ് ഇയാളൊക്കെ തളർന്ന് ഇരുന്ന് കഴിഞ്ഞു എന്നാണ് ഇപ്പൊ ചില ആളുകൾ വിചാരിക്കുന്നത്. എന്റെ പേരടക്കം ഞാൻ തരും പിന്നീട്. ഞാൻ വേറൊരു പണിയിലാണ്. വളരെ ചിന്തിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് സൗന്ദര്യം 100 വർഷമായി മലയാളത്തിൽ വഹാബികൾ നശിപ്പിച്ചു. അതിന് മറുപടി അറിയുന്ന സുന്നികൾ നശിപ്പിച്ചു. വഹാബികൾ പറയുന്നൊരു പടച്ചോനെയും അതിന് മറുപടി അറിയുന്നൊരു പടച്ചോനെയാണ് 2 കൂട്ടരും നോക്കിയത്. ആരിഫിന്റെയും സൂഫിയുടെയും റബ്ബ് അതിൻ്റെ ഇടയിൽ ഇല്ലാതെയായി പോയി. ആരിഫിന്റെ റബ്ബാണ് റബ്ബ്. ആരിഫിന്റെ സ്വർഗം റബ്ബിന്റെ ലിഖാഅ്. ആരിഫിന് എന്ത് കിട്ടിയാലും മറന്നു. ഞാൻ പറഞ്ഞില്ലേ, മുത്ത് മുഹമ്മദ് മുസ്തഫ ഒരു സെക്കൻഡെങ്കിലും റബ്ബിനെ കാണുക എന്നതിൽ നിന്ന് ആരിഫിന് ഒരു സാഹചര്യം വന്നു പോയാൽ സ്വർഗത്തിൽ നിന്ന് അവരെ അട്ടഹസിച്ചു പോകും. നരകക്കാർ നരകത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ അട്ടഹസിക്കുന്നത് പോലെ സ്വർഗക്കാർ സ്വർഗത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ അട്ടഹസിക്കും.
ഒരു സെക്കൻഡ് അള്ളാഹുവിനെ കാണാൻ അവർക്ക് കഴിയാതെ വന്നാൽ അള്ളാഹുവിന്റെ മുഹബ്ബീങ്ങളായ ആരിഫീങ്ങൾ സ്വർഗത്തിന് എന്ത് പറയും? നിന്നെ കാണുന്നൊരു സ്ഥലത്തേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോകും, അവിടെ ഇതൊന്നും വേണ്ട. ഗൾഫ് പോയാൽ ബാപ്പ ഉമ്മയും ഭാര്യയും 3 ആളും കത്തേക്കും. മനസ്സിലായില്ലേ? ബാപ്പയും കത്തേക്കും, ഉമ്മയും കത്തേക്കും, ഭാര്യയും കത്തേക്കും. ഉമ്മ കത്തേക്കും, മോനെ ഇജി പോന്നതിന് ശേഷം അടുക്കളയിൽ മര്യാദയ്ക്ക് സാധനം കിട്ടിയിട്ടില്ല, ബാപ്പ പിശുക്കനാണെന്ന് എനിക്കറിയാലോ, അതുകൊണ്ട് എൻ്റെ കുട്ടിയില്ലാത്തതിന് എനിക്ക് വലിയ വേദനയാണ്, മര്യാദക്ക് അടുക്കളയിൽ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടാനില്ല. പാപ്പത്തേക്കുമുണ്ട്, എടാ ഇവിടെ നമ്മൾ അയക്കണതുകൊണ്ട് നമ്മൾ തികയണില്ല, പീടിയക്കാർക്കും പണിക്കാർക്കും പൈസ കൊടുത്തിട്ട് തികയണില്ല. അതുകൊണ്ട് ഒന്ന് കാര്യമായി ഒന്ന് മെനക്കെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യമായി ചെയ്യ്. അറബിൻ്റെ കയ്യിൽ നിന്ന് ഒരു കുറച്ച് കാലത്തിൻ്റെ പൈസ കടം വാങ്ങിക്കുന്നുണ്ട്, അയക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാട്ടെ. അറബിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയാൽ ഒരു കൊല്ലം വരൂല എന്ന് ബാപ്പാക്ക് ഉറപ്പായി. പെണ്ണുങ്ങൾ പറയൽ കത്തേക്കും, ഇങ്ങനെ നിങ്ങൾ 10 പൈസ വേണ്ട, ഞമ്മക്ക് ഏതെങ്കിലും കുറ്റിപ്പരി പോയി പാർക്കാം, നിങ്ങൾ വന്നിട്ടേ മതി, പട്ടിണിയാണെങ്കിലും നിങ്ങളെ കണ്ടാൽ മതി. എനിക്ക് 3 ആൾക്ക് 3 പ്രേമ. ഇതല്ലേ നിങ്ങളൊന്നും ചെറുതായി വലുതായതല്ലേ? നിങ്ങളൊന്നും ചെറുതായി വലുതായതല്ലേ? നിങ്ങളൊക്കെ നേരെ വെണ്ണൂറിൽ വീണതാണോ? പറയും മനുഷ്യന്മാര്. 3 ആൾക്ക് 3 തരം താല്പര്യങ്ങളാണ്. ഉമ്മാക്ക് എന്താണ്? ഉമ്മാക്ക് ഇവ മുന്നാലെ പീടി പോയി ബാപ്പാനെ കട്ടാൽ കെട്ടില്ലെങ്കിലും പൈസ ഒക്കെ കൊണ്ടുവന്ന് കണ്ടത് മുഴുവൻ വാങ്ങിക്കൊണ്ട് അടുക്കള നിറച്ചു കൊടുക്കും. ഉമ്മാക്ക് വേണ്ടതൊക്കെ ഇതമ്മ വേണ്ടത്. മറ്റത് അങ്ങനെ, മറ്റത് ഉമ്മ പറഞ്ഞ സാധനം കൊണ്ടുവരില്ല എന്ന് മാത്രമല്ല, ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടുവരും, മുദ്ദ ചെയ്താലും കൊണ്ടുവരില്ല. പെണ്ണുങ്ങൾക്കോ, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോറ് നെയ്ച്ചോറ് പോയിട്ട് ചോറിട്ടണമെന്നില്ല, കഞ്ഞിൻ്റെ വെള്ളം കുടിക്കുക, ഇങ്ങോട്ട് വന്നാൽ മതി. അതിലൊരാൾ മാത്രമാണ് ആ വ്യക്തിയുടെ ആവശ്യം, ബാക്കിയൊക്കെ പൈസന്റെ ആവശ്യങ്ങളും സാധനത്തിന്റെ ആവശ്യങ്ങളും. മനസ്സിലായോ പറഞ്ഞത്? കുടുംബക്കാരൊക്കെ കൂടി പെട്ടി പൊളിച്ചപ്പോൾ പെട്ടിയിലെ സാധനം അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ വിഷയത്തിന് ഇങ്ങോട്ട് പോകുന്നു. ഒരു പെട്ടിന്റെ ആവശ്യങ്ങളാണ്. ഒന്ന് ആശക്കു സമാനം, ഒന്ന് ആശക്കു പൈസ, ഒന്ന് ആശക്കുൽ പെട്ടി. ഒരാൾക്ക് അടുക്കളയിൽ സാമാനം അറിയണം, ഒരാൾക്ക് പൈസ കിട്ടണം, ഒരാൾക്കോ പെട്ടിയിൽ സാധനം. ഒന്നുമില്ല. ടൈഗർ പാമ്പിന് 4 കുപ്പിയൊന്നും ഇല്ലാതെ ഇച്ചിരി പോകുന്നത് എന്തിനാ? ചെക്കപ്പ് പോയി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇയാൾ സാധനം ഉണ്ടാവുന്ന വിചാരിച്ച് അളിയന് ദേഷ്യം. പെങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ വന്ന് കയറി വിവരറിഞ്ഞപ്പോൾ കയറി വന്നാണ്ട് കെട്ടിപ്പിടിച്ച് ചിരിച്ച് കരഞ്ഞ് ആ പെങ്ങള് തിരിച്ചു പോയ വിവരം തന്നെ ഓനോട് പറഞ്ഞില്ലേ. ഓൻ ബാത്റൂമിൽ കയറിയ നേരത്താണ് ഓള് പോയത്. ഓനെ ഞാനൊരു കാര്യമില്ല. മനസ്സിലായോ? ഓൾ അങ്ങനെയല്ല, ഓൺ ബാത്റൂമിന്റെ മുന്നിൽ നിൽക്കും. എന്തുകൊണ്ട്? ഓൻ ബാത്റൂം മണക്കണ ബാത്റൂമിന്റെ ഉള്ളിലാണെങ്കിലും ഓൾ ഇവിടെ പുറത്തേക്കും. എന്തുകൊണ്ട്? അവൾ ആവശ്യമനാണ്. വളരെ ചിന്തിക്കണം. അപ്പൊ കോയമ്പത്തൂരിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പ്രേമമുള്ള കുട്ടി അന്ന് സ്കൂളിൽ പോകില്ല. ഞാൻ പോകുന്നില്ല മോളെ, ഞാൻ പോകുന്നില്ല മോളെ എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ പോകില്ല. ഉപ്പച്ചി പോകും. ഞാൻ ഇല്ലെങ്കിൽ ഉപ്പച്ചി പോകും. ഞാൻ സ്കൂളിൽ പോകുന്നില്ല, ഞാൻ പോകുന്നില്ല, ഇപ്പച്ചി പോകാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാൻ പോകുമ്പോൾ മുട്ടായി വാങ്ങിത്തരുണ്ട്, മുട്ടായി ഉണ്ടാ, ഇപ്പച്ചി പോകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ കുട്ടികളില്ലേ? എനിക്കുണ്ടോ? എനിക്കുണ്ട്. അങ്ങനെ കുട്ടികൾ എനിക്കുണ്ട്. നിങ്ങൾക്ക് കൊണ്ടുപോകും. നിങ്ങൾ കുട്ടികളെ അറിഞ്ഞാൽ മതി. കുട്ടികളെ ഭാഷയിൽ അറിയാൻ മതി. മനസ്സിലായില്ലേ? മുട്ടായി കേട്ടോ, കുട്ടി അത്ര ഇഷ്ടത്തിൽ. വേറൊരു കുട്ടി ഉണ്ടാവും ഉപ്പച്ചി ഗൾഫ് പോകാത്തിൽ കുടുങ്ങിയത്. അപ്പുറത്തെ പരിയിൽ സ്നിക്കർസും പൂണ്ടിയും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പച്ചൊരു ഗൾഫിലും പോകില്ല. അങ്ങനെയുണ്ടോ? മനസ്സിലായില്ലേ? ഉപ്പച്ചി ഗൾഫ് പോകാത്തിൽ കുടുങ്ങിയ കുട്ടി ഉണ്ടാവും. ഉപ്പച്ചിയെ കോയമ്പത്തൂർക്ക് പോകാൻ സമ്മതിക്കാത്ത കുട്ടിയുണ്ടാവും. ഒരാൾ സ്വീറ്റിന്റെ ആശയക്കൊത്തും ഒരാൾ വ്യക്തിയുടെ ആശയക്കും. ഇതാണ് പ്രശ്നം. നമ്മൾ റബ്ബിനെ എപ്പോഴും പ്രേമിച്ചിട്ടില്ല. നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ ബുദ്ധിമുട്ട് മാറണം, നമ്മളെ സിഹിർ ബാത്തിലാകണം, നമ്മളെ കണ്ണീർ തീരണം, നമ്മളെ വിഷമം തീരണം, നമ്മളെ ക്യാൻസർ മാറണം, നമ്മളെ വേദന മാറണം, നമ്മളെ പുര വലിയലാകണം, നമുക്ക് ഗൾഫ് പോകണം, നമുക്ക് ഹജ്ജിന് പോകണം. എന്നിട്ട് അവിടുന്ന് അൽബൈക്കിന്റെ ഷവർമയും ബ്രോഡ്സ്റ്റൊക്കെ അവിടെ തന്നെ തിന്നണം. ഇതൊക്കെ നമ്മൾ ഗൾഫ് പോയി ഹജ്ജിന് പോയി വന്നോ ഈ ആഴ്ച പറഞ്ഞു അൽബൈക്കിന്റെ ആ മക്കത്തെ ഇറങ്ങുന്നുണ്ട്, ഇറങ്ങുന്നിടത്തുള്ള അൽബൈക്കിന്റെ എന്താ അതാണ് ഷവർമ. അപ്പൊ ഇവനും ഹജ്ജിന് പോകാൻ പുതിയ എന്തുകൊണ്ട് ഒറിജിനൽ ഷവർമ വന്നാലോ? പോയി ഇറങ്ങിയ ഉടനെ മുത്തവഫിന്റെ ആളുകൾ പിന്നെ മക്കത്തെ ഹറമിലേക്ക് തെളിച്ചു കൊണ്ടുപോയി കഅബ തവാഫ് ചെയ്യുമ്പോൾ നേരത്തും പിന്നെ മനസ്സിലുള്ളത് ഷവർമ.
ഉംറയുടെ അവസാനത്തെ തവാഫും സഅയൊക്കെ കഴിഞ്ഞ് മുടി മുറിച്ച് പോരുമ്പോഴും കൂടെ ഉള്ളവർ പറഞ്ഞു ഞാൻ അപ്പം വരാം. എന്തേ ഓൻ്റെ ആഗ്രഹം ഓൻ്റെ കാബയുടെ ഓർമ്മയാണ് തന്നെ പ്രശ്നം തന്നെ. നമുക്ക് സ്വർഗം കിട്ടണം, എന്നിട്ട് അവിടുന്ന് തിന്നണം. അല്ല നമ്മൾ ആഗ്രഹിക്കണം ഒക്കെ അവിടെ കിട്ടും. അത്രയോ അതല്ലേ വേണ്ടത്. എല്ലാം ആഗ്രഹിക്കണം, എല്ലാം അവിടെ കിട്ടും. അൽഹംദുലില്ലാഹ്. നല്ല ചോറുണ്ട്, നല്ല കറിയുണ്ട്, നല്ല റോസ്റ്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, നല്ല ബെഡ്റൂം ഉണ്ട്, ബെഡ് ഉണ്ട്, ബെഡിൽ കിടക്കാൻ ആളുണ്ട്. നല്ല പരിപാടി. ഇടക്കിടക്ക് അള്ളാനെ കാണാം. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോകാം. അവിടെ ഇപ്പോൾ നിർബന്ധമൊന്നുമില്ലല്ലോ. അവിടെ സ്വർഗത്തിൻ്റെ കാര്യം നിർബന്ധമല്ല. റബ്ബിനെ കാണാൻ പോകുക, ആയിക്കോട്ടെ, സൗകര്യം പോകും. ഇന്ന് റബ്ബിനോട് റബ്ബെ നമ്മൾ വിളിക്കുന്ന നേരത്തെ അറ്റൻഡൻസ് പോലെ നാളെ പറഞ്ഞേക്കും ചെയ്യാം, അങ്ങനെ ചെയ്യാം. വേറെ ആള് സ്വർഗത്തിൽ പോകുന്ന റബ്ബിന്റെ ലിഖാ അല്ലാതെ തിന്നലും എന്റെ മനസ്സിൽ തന്നെയല്ലേ. ചിന്തിക്ക്, നമുക്ക് സ്വർഗത്തിലെ കായ ഒന്ന് പറിക്കുമ്പോഴത്തേനടുത്ത കായ അവിടെ ഉണ്ടാവും. അങ്ങനെ പത്തുണ്ടാവില്ലേ, ഇത് എന്ത് കായാണ്, എന്താണ്? നമ്മൾ വാഴപ്പഴം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കാൻ ഇവിടുത്തെ വാഴപ്പഴമാണോ, അതല്ല ഫിലിപ്പീൻസിന്റെ വാഴപ്പഴമാണോ, ഏത് വാഴപ്പഴമാണ്, ഏത് സൈസാണ് പഴം, ഇതൊക്കെ നമുക്കറിയാം. മനസ്സിലായില്ലേ? അതൊക്കെ കേരളത്തിന്റെ വാഴപ്പഴമാണോ, നേന്ത്രപ്പഴമാണോ, അതോ ഫിലിപ്പീൻസിന്റെ നേന്ത്രപ്പഴമാണോ, ഇതൊക്കെ നമുക്കറിയാം. അതോ വേറെയാണോ? മറ്റൊരിക്കലൊന്നും വിഷയം തന്നെയല്ല. അവർക്ക് തന്നെ വിഷയം. അതിന്റെ സൗന്ദര്യം വഹാബികൾ നശിപ്പിച്ചു. അവരോട് തല്ലൂടി സുന്നിയോട് നശിപ്പിച്ചു. രണ്ടു കൂട്ടർക്ക് റബ്ബെന്താണെന്ന് നോക്കാൻ തിരിയാൻ ആരിഫ്യങ്ങൾ മാറ്റിവെച്ചാൽ ഒരു നൂറ്റാണ്ടിൽ സൗകര്യം ഉണ്ടായില്ല. രണ്ടു കൂട്ടരും ദുനിയാവിന്റെ പദാർത്ഥങ്ങളുടെ പിന്നാലെ ഓടി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ നീട്ടി പറയുന്നില്ല. നമ്മൾ വളരെ ചിന്തിക്കണം. റബ്ബിനെ അറിയുക എന്ന് പറഞ്ഞാൽ യാ റഹ്മാൻ അറിഞ്ഞാൽ പോരാ, റഹ്മാൻ അറിയണം. ഒന്നുമില്ല എന്നാ തന്നെ ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ലെങ്കിലും ഒരു സന്തോഷം എത്രയാണ്. ഒരു അരിമണി ഇല്ല, പക്ഷേ കണ്ണുണ്ട്. ഭാര്യയെ കാണാം, കുട്ടികളെ കാണാം. കുട്ടികളെയും പെണ്ണുങ്ങളെയും തൃപ്തിയുള്ളവൻ നല്ല 10,000-20,000 30,000 റുപ്യൊക്കെ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ നാട്ടിലേക്ക് വരും. എന്നിട്ട് ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് അങ്ങനെ ഓടിക്കും. ഓട്ടോറിക്ഷയ്ക്ക് എങ്ങനെ ഓടിയാലും 200-300 ഒക്കൂല. എന്നാലും ആരെയും ചോദിച്ചാൽ അവൻ പറയും അൽഹംദുലില്ലാഹ്, വൈകുന്നേരമായ ഉള്ളതുകൊണ്ട് പരിയക്കത്ത അൽഹംദുലില്ലാഹ്, എന്നാലും കാര്യം അങ്ങനെ എത്തുള്ളൂ. ഇതെങ്ങനല്ലേ? മനസ്സിലായല്ലോ? ഒരു ദുഃഖമുണ്ടാവില്ല. അവനെ ചെല്ലി അവന്റെ കുടുംബക്കാർക്കൊക്കെ വെക്കണ്ടാവും. വിട്ടി 10,000-30,000 റുപ്യുള്ള ഒഴിവാക്കിയിട്ടാ പോമാ. ആരൊക്കെ പറ്റൂല. ഗൾഫിലായിരുന്ന കാലത്ത് സ്ഥിരമായി അവരെ കല്യാണത്തിന് നിശ്ചയിച്ചിരുന്നു. ആദ്യം തന്നെ കുഞ്ഞുമാനെ ഇജി വരണേ, ഇജില്ലെങ്കിൽ കല്യാണത്തിന് എന്ത് രസാണെന്ന് പറഞ്ഞു. പിന്നെ അവനെ കല്യാണത്തിന് ഫോണ് വിളിച്ചിട്ട് ഫോൺ വെക്കണമോ മറ്റോ പറ്റുമോ വന്ന് എന്റെ കിട്ടിയ 10,000-30,000 റുപ്യന്റെ ശമ്പളം ഒഴിവാക്കിയിട്ട് വന്നത്. എന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് ഓടിക്കുക, വൈകുന്നേരമായ 200 റുപ്യ കിട്ടൂല. ഒന്ന് സന്തോഷം. എന്റെ അവൻ്റെ പെണ്ണുങ്ങളെ കാണും, വളരെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെ കാണും, അപ്രായത്തിൽ കാണണം. ഈ കുട്ടി ഇനി വേറൊരാളെ പ്രേമിക്കുന്ന ഒരു കാലം വരും, അവളെ കെട്ടിക്കും. അന്ന് ആ കുട്ടി അങ്ങനെ ആസ്വദിക്കാൻ കഴിയില്ല. ഇന്ന് നീ മാത്രം ആശ്രയിച്ച് നടക്കുന്ന ചില കുട്ടികളുണ്ട്. അവരെ കാണുക, അവരെ പിടിക്കുക, അവരെ ചുമ്മക്കുക, അവരെ കെട്ടിപ്പിടിക്കുക. അതിൻ്റെ സൗന്ദര്യം പറയാൻ കഴിയില്ല. ഈ ആൺകുട്ടിയും ഈ പെൺകുട്ടിയും ഇനി ഇവൻ കല്യാണം കഴിച്ച് വേറൊരു പെൺകുട്ടിയും കല്യാണിച്ച് പ്രേമിക്കും. ഓളെ ഭർത്താവും. അപ്പോൾ പിന്നെ പ്രേമത്തിന് 3/4 ഭാഗം അങ്ങോട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? ബാപ്പാക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ജലദോഷം ഉണ്ടാവുമ്പോൾ ബാപ്പാക്ക് എന്തെങ്കിലും തൽക്കാലം ബാപ്പാക്ക് എന്തെങ്കിലും ശ്വാസം മുട്ടുണ്ടാവുമ്പോൾ അതിന് വേണ്ടിയും ബാപ്പ ഒന്ന് സ്നേഹിച്ചാൽ തന്നെ ഒരുങ്ങും. അന്ന് ബാപ്പാന്റെ റൂമിൽ ഇരിക്കുന്നല്ലാതെ ബാക്കി ബാപ്പാന്റെ റൂമിൽ ഉണ്ടാവില്ല. അതേ സമയത്ത് ഈ കുട്ടി ഇപ്പോൾ ഓടിച്ചാടി 2-2.5-3 വയസ്സുള്ളവൻ ഭാര്യയും ഭർത്താവും ബാപ്പയും ഉമ്മയും കൂടി ഇവനൊന്ന് മാറ്റി കിടത്തണം വിചാരിച്ചാൽ നടക്കൂല. ഉറങ്ങിയെന്ന് വിചാരിച്ച് ഈ റൂമിനെടുത്ത് മറ്റേ കുട്ടികളുടെ റൂമിലേക്ക് ഇവനെ കൊണ്ടുപോയി കിടത്തി ഇവർ രണ്ടാളും ഒരു ബെഡിൽ കിടക്കുമ്പോഴത്തിന് വാതിൽ മുട്ടും. ഞാൻ പറ്റിച്ചില്ലേ? എന്ത് ഉമ്മനി ബാപ്പനി ആശക്കാണ് അവരെ വിട്ടു പൊരിയാൻ വഴിയില്ല. പ്രേമം പഠിക്കണടോ, പ്രേമം പഠിക്കണം. ഒരു അന്തമില്ലാതെ കുറെ മനുഷ്യന്മാർ നടക്കുക. പഠിച്ചവൻ ആരും ഇല്ലാതെ കുറച്ച് ദ്വായ സമ്മേളനത്തിന് സ്ഥിരമായി ബിരിയാണി കൊടുത്തിരുന്ന ഒരു ദ്വായ സമ്മേളനത്തിന് അവല് കഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ അവല് വെച്ച് കഴിച്ച് വന്ന് സ്ഥിരമായി
ദ്വയസമേളനത്തിന് വരുന്ന ഒരു പരിപാടിയുടെ പേര് പറഞ്ഞാൽ ഞങ്ങൾ തിരിക്കും. സ്ഥിരമായി മാസത്തിലുണ്ടാണ് ഈ പരിപാടിക്ക് ദ്വയം കഴിഞ്ഞ് പോകുമ്പോൾ ചോറ് കിട്ടും. ആ ചോറിന് വന്നിരുന്ന ഒരുത്തം ബിരിയാണി കിട്ടും. ഇങ്ങനെ വന്നിരുന്നത് അവന് വെച്ച് കഴിഞ്ഞ് അത് കഴിച്ചിട്ട് പിന്നെ പോകുമ്പോൾ ഇതൊന്നുമില്ല. അപ്പോൾ അവൻ ചോദിച്ചു ചോറില്ലേ ഇല്ല. അപ്പോൾ കമ്മിറ്റിക്കാരോട് ഇവിടെ ആയി ഇനി ഈ ജാതി പരിപാടിക്ക് ഞാൻ വിളിക്കുന്നത്. നടന്ന സംഭവമാണ്. പറഞ്ഞ വ്യക്തിൻ്റെ നേരിട്ട് ഞാനറിയും, കമ്മിറ്റിക്കാരി ഞാനറിയും. മനസ്സിലായ പറഞ്ഞ ഇതാണ് ഇപ്പൊ നമ്മളെ ദ്വാ സമ്മേളനം. ഈ ദ്വാ ചെയ്യുന്ന റബ്ബിനെ പറ്റി നമുക്കറിയില്ല. റബ്ബ് ആരാണെന്ന് റബ്ബ് എന്ന ആ രണ്ടക്ഷരം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലുള്ള പൊരുളെന്നത് നമുക്കറിയില്ല, അറിയില്ല. ചിന്തിക്ക്. കഴിഞ്ഞ ആഴ്ച മലബാർ മുഴുവൻ പേടിച്ച്, എല്ലാരും പേടിച്ച് മഴയോട് മഴ വെള്ളം കയറി എല്ലാവരും. ഏകദേശം നമ്മളെ ഈ കൂളിമാട് പരിസരത്ത്, കൂളിമാട് മാവൂര് പരിസരം ഏകദേശ ഭാഗങ്ങളിലെല്ലാം താഴെയുള്ള ഫർണിച്ചറെല്ലാം മേലെ കെട്ടിച്ച് കാലാവസ്ഥാ നിരീക്ഷകന്മാർ പറയുകയും ചെയ്തു, എൻ്റെ 5 ദിവസം കടുത്ത മഴയുണ്ടാകും. അതോടുകൂടെ മഴ നിന്നു. പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ സാധ്യത എന്നൊരു വാക്ക് ഡിക്ഷണറിയിലുള്ളത് കൊണ്ടാണ് അവരെ കുട്ടികൾ ചെലവഴിഞ്ഞു പോകുന്നത്. മഴ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് എന്നൊരു സാധ്യത എന്നൊരു 3 അക്ഷരാണ് കാലാവസ്ഥാ നിരീക്ഷകന്മാർ ചെലവഴിഞ്ഞു പോകാനുള്ള കാരണം. സാധ്യത എന്നൊരു വാക്ക് ഡിക്ഷണറിയിലുള്ളതുകൊണ്ടാണ്. മഴ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും. ബംഗാൾ ഉൾക്കടലിൽ അതിശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 6 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ കഴിഞ്ഞോടെ മഴ നിന്നുണ്ട്. ഇപ്പോഴും മഴ പെയ്തിട്ടില്ല. എന്ത് ഇതൊക്കെ നിയന്ത്രിക്കുന്നവൻ റബ്ബാണ് എന്ന് ചിന്തിക്കണം. അവൻ റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ നിങ്ങൾ അള്ളാന്നല്ല പറയുന്നുണ്ട്. റബ്ബ് എന്താ അവന്റെ അർത്ഥം? രക്ഷിതാവ്, സത്താർ, നിന്റെ ദോഷങ്ങളെ ജനങ്ങളിൽ നിന്ന് പറിച്ചു പിടിക്കുന്നവൻ. റഹ്മാൻ, നീ അർഹനല്ലാത്തതും നിനക്ക് കരുണയോടെ തരുന്നവൻ. റഊഫ്, നിന്നോട് ഏറെ കൃപയുള്ളവൻ. വദൂദ്, ഏറെ സ്നേഹമുള്ളവൻ. മനസ്സിലായില്ലേ? ഇത് പഠിക്കണം. എൻ്റെ മക്കളെ അവസാനിപ്പിക്കണം. ജനങ്ങളെ, ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ അള്ളാഹുവിനെ അറിയലാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മ കള്ളുകൂടിയല്ല, അള്ളാഹുവിനെ അറിയാതിരിക്കലാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ നിസ്കാരമല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ നിസ്കാരമല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ അള്ളാഹുവിനെ അറിയലാണ്. അള്ളാഹുവിനെ അറിഞ്ഞതിന് ശേഷം നമസ്കാരമാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ അള്ളാഹിനെ അറിയലാണ്. അള്ളാഹിന്റെ പേരിൽ തർക്കിക്കലല്ല, അള്ളാഹുവിന്റെ പേരിൽ വഴക്ക് കൂടലല്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾ അള്ളാഹുവിനെ പഠിച്ചാൽ അവൻ കോടിക്കണക്കായ മുസ്ലിമീങ്ങളെ കാഫിറാക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ ചിന്തിക്ക്. എന്തേ ഉണ്ടാവില്ലല്ലോ? അള്ളാഹുവിന്റെ സൗന്ദര്യത്തിൽ ഉൾക്കൊണ്ടില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ അല്ലാഹു 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 അലൈഹി തവക്കൽ അല്ലാഹു അല്ലാഹു അല്ലാഹു. ഞാൻ അള്ളാഹുവിനെ കണ്ടത് ഞാൻ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞില്ലേ, 7 വയസ്സായ എൻ്റെ കുഞ്ഞുമോൾ ആയിഷയെ കടലിലേക്ക് തെറിഞ്ഞിട്ട് കടൽ തിരമാലകൾ എടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് സെക്കൻഡുകളുടെ അടുത്ത ഭാഗം കൊണ്ട് എൻ്റെ ആയിഷ എന്ന കുഞ്ഞുമോളെ, ഏറ്റവും ചെറിയ കുട്ടിയെ എനിക്ക് തിരിച്ചു തന്ന റബ്ബാണ് എൻ്റെ റബ്ബ്. അതാണ് റബ്ബ്. അല്ലാതെ നോട്ട് ബുക്കിൽ കാണുന്ന റബ്ബല്ല എൻ്റെ റബ്ബ്. എൻ്റെ റബ്ബാണ്. ആ റബ്ബിന് അവൻ എന്നെ എന്ത് ചെയ്താലും എനിക്ക് കടമ തീരൂല. കാരണം അതിൻ്റെ റബ്ബാണ്. റബ്ബിനല്ലാതെ കഴിയില്ല. റബ്ബ്. ഞാനും എൻ്റെ ഒരു കുഞ്ഞുമോനും ചെറിയ കുട്ടിയായ സമയത്ത്, ചെറിയ കുട്ടി 4 വയസ്സോ 5 വയസ്സോ, മദ്രാസിൽ നിന്ന് തീവണ്ടിയിൽ യാത്ര, ഞാൻ കഴിഞ്ഞ ആഴ്ചകളോട് പറഞ്ഞു, എൻ്റെ ബാക്കിയാണ് ഈ പറയുന്നത്. തീവണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പോൾ നട്ടപ്പാതിരക്ക് ഞാൻ പെട്ടെന്ന് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം, എല്ലാവരും മത്സരിക്കാം. അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാൻ ഒഴിഞ്ഞു മാറി. അവരവസാനം നിർബന്ധിച്ചു, എന്നെ ഫോട്ടോയിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. ആ നേരത്ത് ഞാൻ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, എനിക്കിത് ആരാൻ്റെ മുന്നിൽ അന്യൻ കാണുന്നൊരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയൂല റബ്ബേ, ഈ ഇന്നതിന്ന് രക്ഷപ്പെടുന്ന റബ്ബേ, പെടുത്തണേ റബ്ബേ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം? എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയ ആളുകൾ മറന്നുപോയി. ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. പിന്നെ ഒരു ഫോട്ടോ എടുക്കൽ പോലും നടന്നില്ല. എൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് പോലും അവരറിയാതെ അവരൊക്കെ എന്തോ ആയിട്ട് പോയി. ഞാൻ രക്ഷപ്പെട്ടു പോലും ചെയ്തു. റബ്ബേ റബ്ബേ റബ്ബേ. നിങ്ങളതിൻ്റെ അർത്ഥം ആലോചിക്കുക. നിങ്ങൾ ആലോചിക്കുക. ആ പെണ്ണിൻ്റെ എന്തുകൊണ്ട് ആ പെണ്ണ് അല്ലാഹുവിനെ സ്നേഹിക്കുന്ന പെണ്ണാണ്.
ആ പെണ്ണിന്റെ മനസ്സിൽ അല്ലാഹുവാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമില്ല, നരകത്തിന് അടുത്ത 28 കഴിഞ്ഞാൽ പോലും. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമില്ല. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെയാണ് പ്രശ്നം. നമ്മളെ പ്രശ്നത്തിന്റെ ഗൗരവം എവിടെയാ? നമുക്ക് അള്ളാഹിനെ ഇഷ്ടമില്ല, നമുക്ക് സുഖത്തെ ഇഷ്ടമാണ്, നമുക്ക് അള്ളാഹിനെ പേടില്ല, നരകത്തെ പേടിയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ചിന്തിക്കുക. നമുക്ക് നരകത്തിന് പേടിയില്ല, പേടിയാണ്. ആരെ പേടിയില്ല? അള്ളാഹിനെ പേടിയില്ല. നരകൊന്നും തരൂല, നരകൊന്നും തരൂല. ലിമഅസൈതനി എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കണമെങ്കിൽ അതിനെ പേടി വന്ന് ഒരവസ്ഥയിൽ ഒരാളെത്തിയാൽ അവൻ ആരിഫായി. സ്വർഗം തന്നെ തരും. എന്നാലും ചോദിക്കും, എന്തിനാ എനിക്ക് തെറ്റിയത്, എനിക്കിഷ്ടമില്ലാത്ത ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ സഹിക്കാൻ കഴിയില്ല. മനസ്സിലായോ പറഞ്ഞത്? ബാപ്പാക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു. ആര്? രണ്ടാള്. ഒന്ന് ബാപ്പാനെ പേടിക്കുന്ന ആള്, ഒന്ന് ബാപ്പാനെ സ്നേഹിക്കുന്ന ആള്. ബാപ്പാനെ പേടിക്കുന്ന ആൾക്ക് ചൂരല് ബാപ്പാന്റെ കയ്യിലുണ്ടോ നല്ലോണം നോക്കും, ഇല്ലേ കയറിയിടും, കണ്ണൊരിച്ചിട്ട് പോയിക്കോറണം പാഞ്ഞു പോകും. രണ്ടാമത്തെ ആളും ചൂരൽ നോക്കിയല്ല, ബാപ്പാനെ ഇഷ്ടമാണ്. ബാപ്പാക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവൻ ചെയ്തിട്ടുണ്ട്, ബാപ്പ അറിഞ്ഞിട്ടുണ്ട്, അവനറിയും. ബാപ്പാന്റെ മുന്നിൽ നിന്ന് ബാപ്പാന് ഇങ്ങനെ കണ്ണൊരിച്ച് ബാപ്പ നോക്കും, പോയിക്കോറണം, അവൻ പോവില്ല. കാര്യം എന്തുകൊണ്ട്? മാപ്പ് കൊടുത്താൽ പോലും അവന് പോകാൻ കഴിയില്ല. അങ്ങനെ ബാപ്പാക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തു പോയി. അങ്ങനെ ബാപ്പാന്റെ ഇഷ്ടം ഇല്ലാത്ത ഒരു സെക്കൻഡ് ബാപ്പ വിഷമിച്ചതിന് കാരണമായില്ലേ, അതൊന്നും സഹിക്കാൻ കഴിയില്ല. മനസ്സിലായി പറഞ്ഞത്? ബാപ്പ ഒരടി അവൻ അടിച്ചിരുന്നെങ്കിൽ ബാപ്പാക്കൊരു നഷ്ടം വരുത്തിയിട്ട്, ബാപ്പാക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുത്തി, ആ കാറ് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു, ഇനിവനെ കാർ എടുക്കേണ്ടെന്ന് പറഞ്ഞു, ബസ്സിന് പോയിക്കോ. പിന്നെ 10 ലക്ഷം 15 ലക്ഷത്തിന് കഴിഞ്ഞ ആഴ്ച വാങ്ങിയ കാറ് ഏതോ മരത്തിന് കുത്തി പൊളിച്ചിട്ട് ഗാരേജിൽ കയറ്റിട്ട് വന്നു. ബാപ്പ ഇറങ്ങി, പോലീസ് വന്ന് എല്ലാം ഇറങ്ങി. അപ്പാന്റെ അടുത്തേക്ക് കയറി വരുന്ന നേരത്തെ ഒരുത്തന് ചൂരലിന്റെ പൊടിയുണ്ടോ, ഒരുത്തനോ ചൂരലിന്റെ പൊടിയുണ്ടായിരുന്നു. പാപ്പനുള്ള കരിയും, പോയിക്കോടാ, പോകാൻ കഴിയില്ല, കരിയും. എന്തുകൊണ്ട്? പാപ്പ 2 അടി അടിച്ചാലും സമാധാനം. 15 ലക്ഷത്തിന് പകരം പാപ്പനെ അടിച്ചിട്ട് സമാധാനം കിട്ടിയല്ലോ. പാപ്പ അടിക്കാത്തതിന്റെ പേരിൽ വേദന തോന്നും. പോയിക്കോടാ, പോകില്ല. അവിടെ കാലുമങ്കിൽ വീണ് കരിയും, പൊട്ടി കരിയും, പോകാൻ കഴിയില്ല. എന്തുകൊണ്ട്? പാപ്പാക്ക് നഷ്ടം വരുത്തിയെന്ന് അവന് സഹിക്കാൻ കഴിയില്ല. മറ്റവന് ചൂരലിനെ പോലെയുള്ളൂ. ഇനി അടുത്ത 15 നാശാക്കും. പാപ്പ ചൂരൽ ഒഴിവാക്കി തീരുമാനിച്ചാൽ അടുത്ത ആഴ്ച അടുത്ത 15 ലക്ഷം നാശാക്കും. ഇവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ജീവിതം മുഴുവൻ പറയും, വാപ്പരിക്കൽ പറയാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്ത് അന്നെ കുരുത്തക്കേട് പറ്റി, പിന്നെ ഉണ്ടായില്ല. സത്യല്ലേ? ഇവിടെയാണ് പ്രശ്നം. നമുക്ക് സ്വർഗത്തിൽ പോയി നല്ല ആട്ടുമന്തി തിന്നണം, അതൊന്നും വിഷയമല്ല. നമ്മൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കയറുക. ലാട്ട് കണക്കിന് ഒന്നായിട്ട് ചവിട്ടി കയറ്റാൻ വേണ്ടി മലക്കളോട് പറഞ്ഞു, നിങ്ങട്ട് ഹിസാബിനൊന്നും വരില്ല, അടുക്കിട്ട് നമുക്ക് സന്തോഷമായി. അതാണ് കണ്ടല്ലോ. സ്വർഗത്തിലേക്ക് ലാട്ടിൽ ചവിട്ടി കയറ്റി അവിടെ ചിലപ്പോൾ നല്ല ബിരിയാണിയും മന്തിയും അങ്ങനെ നല്ല ഫുള്ള് ലോഡിൽ അങ്ങനെ തിന്ന് പള്ളോട്ട് നിറയില്ല, നല്ല സുഖം സൗകര്യം, തൃപ്പതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യന്മാരെ പഠിച്ചതൊന്നും കൂടി ആവർത്തിച്ചാൽ തിരിച്ചു വരും. എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി. എന്താ നമ്മുടെ പ്രശ്നം? നമ്മളെ പ്രശ്നം റബ്ബിനെ കുറിച്ച് ചിന്തിക്കാത്തതാണ്. അള്ളാഹു റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നവർ നമ്മളെ പെടുത്തട്ടെ. മനസ്സറിഞ്ഞാൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്ന അവന്റെ ഇബാദിൽ നമ്മളെ ചേർക്കട്ടെ. 150ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് തിരിച്ചു വരണം. അവനാരാ? അവനാരാ? അവൻ റബ്ബാണ്. ഇന്നലെ വരെ രക്ഷപ്പെടുത്തിയവനാണ്, ഇന്ന് രക്ഷപ്പെടുത്തിയവനാണ്. പിന്നെ അവനാരാണ്? അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്. അതുകൊണ്ടല്ലേ നടന്നോള്. അതുകൊണ്ടല്ലേ എത്ര 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 അനുഭവം. വിഷയം സഞ്ചു. സാധുവായ മനുഷ്യൻ വിളിച്ചു, കാര്യം അല്ലാഹു പരിഹരിച്ചു. എന്തേ? സാധുവാണ്. സാധുക്കളായ മനുഷ്യൻ അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ വിചാരിക്കണ്ടോ എന്തേ മഴ നിന്നത്? ഞാൻ പറഞ്ഞുതരാം. ആടിനെ പോറ്റി ആടുപാല് കൊണ്ട് ജീവിക്കുന്ന ആട്ടിനെ പോറ്റുന്ന ഏതെങ്കിലും വയസ്സത്തിണ്ടാവും ഏരിയയിൽ എവിടെയെങ്കിലും. മനസ്സിലായില്ലേ? ആട് കൂടി പൊളിഞ്ഞ് അല്ലെങ്കിൽ മഴ അടിച്ചു കയറി ഇനിയും കൂടി വെള്ളം കയറി എൻ്റെ ആട് വെള്ളത്തിലോ എൻ്റെ പാവപ്പെട്ട ആട് ഒലിച്ചോ പഠിച്ചോനെ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടാവും ഒരു പാവപ്പെട്ട ഉമ്മ, ഒരു പാവപ്പെട്ട ഉപ്പ.
പറഞ്ഞു മനസ്സിലായില്ലോ? അപ്പോൾ ആ പാവപ്പെട്ട സ്ത്രീയുടെ ആട് വെള്ളത്തിൽ പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു പ്രളയത്തെ നിർത്തിവെച്ചു വിശ്വസിക്കുന്നവരാണ്. അല്ല ഒരാളെ കഴിവല്ല. ഒരാൾ കാണിച്ചിട്ടുണ്ടോ അല്ലാഹ് എന്റെ കോഴിക്കോട് വലിച്ചു പോകുമല്ലോ അള്ളാഹുമായി നിർത്തി കൊടുത്തു. എന്തുകൊണ്ട്? ആ സാധുവായ സ്ത്രീയുടെ ദുആക്ക് അള്ളാഹ് അത്ര വിഷമാണ്. അത് അള്ളാഹു ഒഴിവാക്കാൻ പറ്റൂല. മനസ്സിലായി? നിന്റെ കൂടെ ഇല്ലേ? മനസ്സിലായില്ലേ? കോഴിക്കോട് വെള്ളത്തിലേക്ക് ഇങ്ങനെ വെള്ളം കയറി പോയനെ കയറി വരികയാണ്. അപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീ കരുതിയിട്ടുണ്ടാവും അല്ലാഹ് കോഴിക്കോട് വെള്ളത്തിലാവല്ലോ അല്ലാഹ് എന്റെയും അള്ളാഹ് നിർത്തി കൊടുത്തു. അല്ലാഹ് അവന്റെ കയ്യിലാ ബട്ടനുള്ളത്. അല്ല നിങ്ങൾ വിചാരിച്ച നിങ്ങൾ ഈ സുഖലോലുപന്മാരായ കുറെ ഉലമാക്കളും കുറെ ആളുകളും എല്ലാരും കൂടി പള്ളി കയറി മേ 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 എന്ന് പറഞ്ഞിട്ടാണ് മയനുന്നത്? അല്ല, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന സാധുക്കളായ മനുഷ്യർ അള്ളാഹിനോട് വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. എന്റെ അർത്ഥം പള്ളിയിലെ ദ്വാ ശരിയല്ല എന്നല്ല. ശരിയായത് പറഞ്ഞാൽ ശരിയാണ്, തെറ്റായത് പറഞ്ഞാൽ തെറ്റാണ്. എനിക്കതിനെ പറ്റൊന്നും പറയില്ല. അള്ളാഹു ആയാലും അത്രയും വിവരമൊന്നും എൻ്റെ കയ്യിലില്ല. അള്ളാഹുവിനെ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്ർ അള്ളാഹുവിന്റെ ഇഷ്കാണ്. അല്ലെങ്കിലും ദിക്ർ എന്നാൽ ഇഷ്കാണ്, ഇഷ്കെന്ന ദിക്റാണ്, ദിക്ർ എന്നാൽ ഇഷ്കാണ്, ഇഷ്കെന്ന ദിക്റാണ് തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ആശിക്കാവുക. ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ അള്ളാഹുവിനെ അറിയലാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മ കള്ളുകൂടിയല്ല, അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കാതിരിക്കലാണ്. അതിനേക്കാൾ വലിയ തിന്മയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അൽ ഫാത്തിഹ. الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم المغضوب عليهم ولا الضالين آمين.